വെൽക്കം ടു ജെയ്നീസ് ക്ലാസ് റൂം. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലോങ് വോക്ക് വിത്ത് ഗ്രാനിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിൻ്റെ പേരെന്താ? ബോൺസ് ഓഫ് ലൈഫ്. ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധങ്ങൾ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പലരുമായുള്ള ബന്ധങ്ങളാണ് ബോൺസ് ഓഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യത്തെ യൂണിറ്റ് തന്നെ ആർക്കു വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഒരു മുത്തശ്ശിക്ക് വേണ്ടിയാണല്ലേ? മുത്തശ്ശിയുമൊത്തുള്ള ഒരു നീണ്ട നടത്തം, എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി. ഇതൊരു ചെറുകഥയാണ്. ഈ ചെറുകഥ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ? ഇതിലെ എല്ലാ വാക്കുകളുടെ അർത്ഥവും പറഞ്ഞുകൊണ്ട് എല്ലാ സെന്റൻസിന്റെ അർത്ഥവും മനസ്സിലാക്കി ഈ പാഠം നമ്മൾ മുഴുവനായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടുമൊപ്പമൊക്കെ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് യുവർ ഫേവററ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേർണി. നമുക്ക് ആരോടൊപ്പം കൂടാമെന്നാണ് പറയുന്നത്? ഒരു കൊച്ചുമകനോടും ഒരു മുത്തശ്ശിയോടുമൊപ്പം അവരുടെ യാത്രയിൽ. ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. അവരോടൊപ്പം പോകുമ്പോൾ ആ യാത്രയിൽ ചുറ്റും കാണുന്ന പ്രകൃതി ദൃശ്യമൊക്കെ നമുക്ക് ആസ്വദിക്കാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ പ്രകൃതി ദൃശ്യമെന്നാണ് കേട്ടോ അർത്ഥം. ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. കൂടാതെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളത കൂടി അറിയാം. അവർ തമ്മിലുള്ള ബന്ധം എത്ര ശക്തമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആരാണ് ഈ കൊച്ചുമകൻ? ആരാണ് ഈ മുത്തശ്ശി? അവരെങ്ങോട്ടാണ് പോകുന്നത്? എന്തൊക്കെയാണ് ആ പ്രകൃതി ദൃശ്യം എന്നൊക്കെ നമുക്ക് നോക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. മുത്തശ്ശിയോടൊപ്പം ഒരു നീണ്ട നടത്തം. ആരാണിത് എഴുതിയിരിക്കുന്നത്? റസ്കിൻ ബോണ്ടാണ്. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ. ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ദൂരെ, റോർ എന്നാലോ അലർച്ച. അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് അങ്ങ് ദൂരെയുള്ള പുഴയുടെ അലർച്ച കേൾക്കാം. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്. പൈൻ മരത്തിൻ്റെ ഇലകൾ സൂചി പോലെ കൂർത്തു നിൽക്കുന്നവയാണ്. അപ്പോൾ അതിൻ്റെ മണവും നമ്മുടെ മുത്തശ്ശിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ. മണം കൂടാതെ തൻ്റെ കൊച്ചുമകനായ മണിയും കൂടെയുണ്ട് എന്നും മുത്തശ്ശിക്ക് മനസ്സിലാകുന്നുണ്ട്. ഷീ കുഡിൻറ്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. എന്നാൽ മുത്തശ്ശിക്ക് ആ പുഴ കാണാൻ കഴിയില്ല, അതുപോലെ ആ പൈൻ മരങ്ങളും കാണാൻ കഴിയില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കാണുന്നതിനാണ് നമ്മൾ മേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി മണി കൂടെയുണ്ട് എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മണീസ് ഫസ്സി ഹെയർ. ഫസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃദുവായ അവൻ്റെ മുടി. തൊട്ടുനോക്കും. ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ്. ചിലപ്പോഴൊക്കെയോ ബ്ലാക്ക്ബെറി പോലെയുള്ള അവൻ്റെ കണ്ണുകൾ നോക്കി. ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത്. ഗ്ലീം എന്ന് പറഞ്ഞാൽ എന്താ? ജ്വലിക്കുക. അവൻ്റെ തിളങ്ങുന്ന പല്ലുകൾ നോക്കി. എപ്പോഴാണ് അവൻ്റെ പല്ലുകൾ കാണുക? വെൻ ഹീ സ്മൈൽഡ്. അവൻ ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലുകൾ തിളങ്ങുന്നതൊക്കെ നോക്കിയാണ് നമ്മുടെ മുത്തശ്ശി കൊച്ചുമകനായ മണിയെ കാണുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ മുത്തശ്ശി കൊച്ചുമകനെ പോലും കണ്ടിരുന്നത്. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. മുത്തശ്ശി ധരിച്ചിരുന്നത് വളരെ പഴയൊരു കണ്ണടയായിരുന്നു. ഷീഡ് ബീൻ വെയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years. മുത്തശ്ശി ഈയൊരു കണ്ണട ധരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കും. ഹർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡിലി വീക്കർ. നമ്മുടെ മുത്തശ്ശിയുടെ കണ്ണുകൾ ക്രമേണ ശക്തിയില്ലാതെ ആയിരിക്കുന്നു, വീക്കായിരിക്കുന്നു. സ്റ്റെഡിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമമായി എന്നാണ് അർത്ഥം. ആൻഡ് ദ ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. കൂടാതെ ഇപ്പോൾ കണ്ണട എങ്ങനെയാണുള്ളത്? ആകെ പോറിയിട്ടാണുള്ളത്, എന്ന് പറഞ്ഞാൽ കറ പറ്റിയിട്ടാണുള്ളത്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ ആ കണ്ണടയിലൂടെ വളരെ കുറച്ചേ നമ്മുടെ മുത്തശ്ശിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹർ ഐസ് ടെസ്റ്റഡ്. മണിക്കും അച്ഛനും തോന്നിയിരുന്നു മുത്തശ്ശി അവരുടെ കണ്ണുകൾ കാണിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന്. ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. എത്രയും വേഗം കണ്ണ് പരിശോധിച്ച് പുതിയ കണ്ണട മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നുവെന്ന് മണിക്കും മണിയുടെ അച്ഛനും തോന്നി കേട്ടോ. വെൽ യു നോ വി കാൺറ്റ് ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ കണ്ണ് പരിശോധനയോ പുതിയ കണ്ണടയൊന്നും നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ കിട്ടുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ മണി എന്തു പറഞ്ഞു? മണി സെഡ്, യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂരി. That's the nearest town.
അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ടൗണായ മസൂരിയിലേക്ക് പോകണം. അവിടെ കണ്ണാശുപത്രി ഉണ്ടല്ലോ. ബട്ട് ദാറ്റ്സ് എ 2-day ജേണി, പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശി എതിർത്തു. എന്താണ് പറഞ്ഞത്? പക്ഷേ മസൂരിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസത്തെ യാത്രയാണ്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. മുത്തശ്ശി എന്താ നോക്കിക്കൊണ്ടിരുന്നേ? എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം, അല്ലേ? അതിനുവേണ്ടി ഇങ്ങനെ ഓരോന്ന് മുത്തശ്ശി ഇങ്ങനെ സ്വന്തം പറയുകയായിരുന്നു. ഷീ ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. എന്തായിരുന്നു കാരണം? മുത്തശ്ശിക്ക് തന്റെ കൊച്ചുമകനായ മണിയുടെ അടുത്തുനിന്നും മാറി നിൽക്കണമെന്നില്ലായിരുന്നു. പാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മാറി നിൽക്കുക, അല്ലെങ്കിൽ അകന്നു നിൽക്കുക. ഹി വാസ് 11 ആൻഡ് ക്വയറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. എന്നാൽ മണിക്കിപ്പോൾ ഒരു 11 വയസ്സായിട്ടുണ്ട്. കൂടാതെ അവന്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ അവന് നല്ല പ്രാപ്തിയുണ്ട്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. എന്നാൽ മണിക്ക് 1 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ വരിച്ചതാണ്. അന്നു മുതൽ നമ്മുടെ മുത്തശ്ശിയാണ് മണിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷീ വാസ് ഹിസ് നാനി. അപ്പോൾ ഈ മുത്തശ്ശി എന്ന് പറയുന്നത് മണിയുടെ നാനിയാണ്. എന്നുവെച്ചാൽ എന്താ? മെറ്റേണൽ ഗ്രാൻഡ് മദറാണ്. അമ്മയുടെ അമ്മയാണ് കേട്ടോ, അച്ഛൻ്റെ അമ്മയല്ല, അമ്മയുടെ അമ്മയാണ്. ആൻഡ് കെയർഡ് ഫോർ ദ ബോയ് ആൻഡ് ഫാദർ. അപ്പോൾ ഈ അമ്മ ഈ മണിയെയും നോക്കും. കൂടാതെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആരാണ്? മകളുടെ ഭർത്താവാണല്ലേ. അപ്പോൾ അദ്ദേഹത്തെയും ഈ അമ്മ നോക്കും. കൂടാതെ ആരെയൊക്കെ നോക്കും? ആൻഡ് ദ കൗസ്, പശുക്കളെയും നോക്കും. ആൻഡ് ഹെൻസ്, കോഴികളെയും നോക്കും. ഇൻ ദ ഹൗസ് ഹോൾഡ്, വീട്ടിലുള്ളതൊക്കെ. വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. എന്നാൽ അലസമായിട്ടാണോ ഇവരെയൊക്കെ നോക്കുന്നത്? അല്ല, നല്ല ചുറുചുറുക്കോടെ. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അർപ്പണ മനോഭാവത്തോടെ, അത്ര ആത്മാർത്ഥതയോടെയാണ് ഇവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ, ഷീ സെഡ്. ഇങ്ങനെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്താണ് മുത്തശ്ശി പറയുന്നത്? എനിക്കെല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. നൗ ലിസൺ, സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. സ്റ്റേൺലി എന്ന് പറഞ്ഞാൽ എന്താ? കർക്കശമായിട്ട് പറഞ്ഞു. മണിയുടെ അച്ഛൻ എന്താ പറഞ്ഞത്? ഇപ്പോൾ ശ്രദ്ധിക്കേ. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. ഐൽ ടേക്ക് യു ടു മസൂരി. ഞങ്ങളെന്തായാലും മുത്തശ്ശിയെ ഇഷ്ടത്തിന് വിടുന്നില്ല. ഞാൻ എന്തായാലും മുത്തശ്ശിയെ മസൂരിയിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. അപ്പോൾ മുത്തശ്ശി എന്താ ചോദിച്ചത്? അപ്പം മണിയനെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? എങ്ങനെയാണ് നിനക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റിയത്? മണിയെ ഇവിടെ തനിച്ചാക്കി പോകുന്ന കാര്യത്തെക്കുറിച്ച്. ദെൻ ഐൽ ടേക്ക് യു ടു മസൂരി, സെഡ് മണി ഈഗർലി. അപ്പോൾ നമ്മുടെ മണി എന്താണ് ചാടിപ്പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ മുത്തശ്ശിയെ മസൂരിയിലേക്ക് കൊണ്ടുപോകും. ഐവ് ബീൻ ടു മസൂരി ബിഫോർ. ഞാൻ മസൂരിയിൽ ഇതിനു മുന്നേ പോയിട്ടുമുണ്ട്. വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്, എന്റെ സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം. ഐ നോ വെയർ വി ക്യാൻ സ്റ്റേ. നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലവും എവിടെയാണെന്ന് എനിക്കറിയാം. ബട്ട് ഹി പോസ്റ്റ് എ മോമെന്റ്. ഒരു നിമിഷത്തേക്ക് അവനൊന്ന് നിർത്തി. ആൻഡ് ലുക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. എന്നിട്ട് സംശയത്തോടെ അവന്റെ അച്ഛനെ ആദ്യമൊന്ന് നോക്കി, എന്നിട്ട് മുത്തശ്ശിയെ നോക്കി. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയ്ൻ, വുഡ് യു ഗ്രാനി? നെയ്ൻ വരെ അതൊരു സ്ഥലമാണ്. അവിടെ വരെ എന്തായാലും മുത്തശ്ശിക്ക് നടക്കാൻ പറ്റില്ല അല്ലേ? ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്, സെഡ് ഗ്രാനി. മുത്തശ്ശി എന്താന്ന് പറഞ്ഞത്? തീർച്ചയായും എനിക്ക് നടക്കാൻ പറ്റും. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്. ഞാൻ ചിലപ്പോൾ ഒരു അന്ധയായി മാറിയേക്കാം. ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. പക്ഷേ എന്റെ കാലിനൊരു പ്രശ്നവുമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. പക്ഷേ മുത്തശ്ശിക്ക് 70 വയസ്സായി. വാട്ട് ഹാസ് ദാറ്റ് ടു ഡു വിത്ത് ഇറ്റ്? അതിനിപ്പോൾ എന്താണ്? അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയ്ൻ. മാത്രമല്ല നെയ്നിലേക്ക് എന്താണ്? താഴേക്കുള്ള ഇറക്കമാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് താഴേക്കാണ്, ഇറക്കത്തിലാണ് ആ സ്ഥലം. ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. പക്ഷേ തിരിച്ച് മേലേക്ക് കയറണ്ടേ? അപ്പോൾ എന്താണ് മുത്തശ്ശി പറഞ്ഞത്? അപ്പ് ഹിൽ ഇസ് ഈസിയർ, സെഡ് ഗ്രാനി. മേലേക്ക് കയറാൻ അതിനേക്കാൾ എളുപ്പമാണ് എന്ന് പറഞ്ഞു. നൗ ദാറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി എക്കംപനിയിങ് ഹെർ. ഇപ്പോൾ എന്താണ് നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സ് മാറാൻ കാരണം? മുത്തശ്ശിക്ക് മനസ്സിലായി ചിലപ്പോൾ ആരായിരിക്കും കൂടെ വരുന്നത്? മണിയാണ്. എക്കംപനി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ വരിക അല്ലേ? അപ്പോൾ കൂടെ വരുന്നത് മണിയാണെന്ന് കണ്ടപ്പോൾ നമ്മുടെ മുത്തശ്ശി യാത്ര ചെയ്യാൻ റെഡിയായി. She was more than ready to make the journey. While we are in Mussoorie, we'll get some seeds and bulbs. നമ്മൾ മസൂരിയിൽ പോകുമ്പോൾ അവിടുന്ന് കുറച്ച് വിത്തുകൾ വാങ്ങണം, കുറച്ച് ബൾബും വാങ്ങണം. ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ. കൂടാതെ നമ്മുടെ ആ വെളുത്ത പശുവില്ലേ, അതിന് കെട്ടാൻ ഒരു മണിയും വാങ്ങണം.
ആൻഡ് എ പുള്ളോവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. പുള്ളോവർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പിളിക്കുപ്പായം. ഒരു കമ്പിളിക്കുപ്പായവും മേടിക്കണം നിന്റെ അച്ഛന് വേണ്ടിയിട്ട്. ആൻഡ് ഷൂസ് ഫോർ യു, കൂടാതെ നിനക്കെന്ത് വേണം? ഷൂസും മേടിക്കണം. നൗ ജസ്റ്റ് എ മിനിറ്റ്, അല്ല ഒരു നിമിഷം. സെഡ് മണീസ് ഫാദർ. മണിയോട് അച്ഛൻ പറഞ്ഞു. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? മുത്തശ്ശി അവിടെ കണ്ണ് കാണിക്കാനാണോ പോകുന്നേ, അതോ ഷോപ്പിംഗ് ട്രിപ്പിനാണോ പോകുന്നേ? ഐവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. സ്പെയർ എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക. എൻ്റെ കയ്യിൽ ആകെ ചെലവഴിക്കാൻ എത്ര രൂപയുള്ളൂ? ആകെ 100 രൂപയുള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. അതുപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. വിൽ മാനേജ്, സെഡ് മണി. അത് കുഴപ്പമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളും എന്ന് മണി പറഞ്ഞു. വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കിടന്നോളും. നോ വി വോണ്ട്, സെഡ് ഗ്രാനി. ഇല്ല, ഞങ്ങളത് ചെയ്യില്ല. ആര് പറഞ്ഞു? മുത്തശ്ശി. ഐവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ എൻ്റെ സ്വന്തമായിട്ടൊരു 50 രൂപയുണ്ട്. വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. അതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ താമസിക്കും. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ തന്നെ, ഇൻ എ ലൈറ്റ് ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ മഴച്ചാറ്റൽ, ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിൻ. അവർ രണ്ടുപേരും കൂടി നെയിനിലേക്ക് പോകാൻ ആരംഭിച്ചു. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിംഗ് റൂൾ ഓൺ എ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ ഒരു ബെഡാണ്. അതിങ്ങനെ ചുരുട്ടി നമുക്ക് ബാക്കിൽ കെട്ടിവെക്കാം. അത് നമുക്ക് കിടക്കാനൊക്കെ കൊണ്ടുപോകാം. എവിടെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്? അവൻ്റെ തോളിൽ. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ്. മുത്തശ്ശിയുടെ ലക്ഷ്യം ഇതൊന്നുമല്ല അല്ലേ? അതുകൊണ്ട് വലിയൊരു ഷോപ്പിംഗ് ബാഗൊക്കെ കരുതിയിട്ടുണ്ട്. ആൻഡ് എൻ അംബ്രല്ല, ഒരു കുടയുമുണ്ട്. വെന്നെവർ യു ഫീൽ ടയേർഡ് വിൽ ടേക്ക് റെസ്റ്റ്, സെഡ് മണി. മണി എന്താണ് പറഞ്ഞത്? എപ്പോഴൊക്കെ മുത്തശ്ശി ക്ഷീണിതയാവുന്നോ അപ്പോഴൊക്കെ നമുക്ക് വിശ്രമിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. വി ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്, സെഡ് ഗ്രാനി. അതിന് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. വിൽ റെസ്റ്റ് വെൻ യു ഹംഗ്രി. നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കാം എന്ന് മുത്തശ്ശി പറഞ്ഞു അല്ലേ? മുത്തശ്ശി കൂടുതൽ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവിടെ? മണിയെക്കുറിച്ചാണ്. സ്വന്തം കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് അല്ലേ? അവരിങ്ങനെ നിവർന്ന് നടന്നു. അധികം വേഗത്തിലുമല്ല, എന്നാൽ വളരെ പതുക്കിയുമല്ല. വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്, എന്നാൽ അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. അവരങ്ങനെ നടന്നു. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർഹെഡ്. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം തത്ത. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിക്കറങ്ങുക. എവിടെ? അവരുടെ തലയുടെ മുകളിൽ ഇങ്ങനെ കുറേ തത്തകൾ ചുറ്റിക്കറങ്ങിയാണ്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. സോംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മങ്ങിയ എന്നാണ് അർത്ഥം. മങ്ങിയ ആകാശത്തിൽ നല്ല ചുവപ്പും പച്ചയും നിറങ്ങൾ ഇങ്ങനെ മിന്നിമറിയുകയാണ്. There were no other sounds except for the hiss and gentle patter of the rain. ഹിസ് എന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റുക. പാറ്റർ എന്ന് പറഞ്ഞാലോ? ഇങ്ങനെ തുരുതുരാ നമ്മൾ ജപിക്കൂലേ, അതിനെയാണ് പാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മഴയുടെ ഇങ്ങനെ ജപിക്കുന്ന പോലത്തെ ശബ്ദവും ചീറ്റുന്ന പോലത്തെ ശബ്ദവും മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ കേട്ടോ. മറ്റു ശബ്ദങ്ങളൊന്നുമില്ല. മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കുറ്റിച്ചെടിയുണ്ട്, അത് കണ്ടു. അതിൽ നിറയെ കാട്ട് ബ്ലാക്ക്ബെറീസാണ്. അപ്പോൾ മണി എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇതൊക്കെ പറിച്ചു. ഗ്രാനി വാസൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. എന്നാൽ നമ്മുടെ മുത്തശ്ശിക്ക് ഈ ബെറീസ് അത്ര ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്ലാക്കൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പതിയെ. അതുകൊണ്ട് മുത്തശ്ശി വേഗതയൊന്നും കുറച്ചില്ല കേട്ടോ. മുത്തശ്ശി അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹർ. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങ് നടന്നുപോയി. അതുകൊണ്ട് മണി എന്ത് ചെയ്തു? ഈ ബെറിയെല്ലാം പറിച്ചിട്ട് പിന്നെ മുത്തശ്ശിയുടെ പുറകെ ഓടേണ്ടതായിട്ട് വന്നു. അപ്പോൾ മുത്തശ്ശി നല്ല വേഗത്തിലാണ് നടക്കുന്നത്. സൂൺ ഹിസ് ലിപ്സ് വർ പേർപ്പിൾ. ഈ ബെറിയെല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മണിയുടെ ചുണ്ടുകളെല്ലാം പർപ്പിൾ നിറത്തിലായി. വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. ഈ ബെറീസിൽ നിന്ന് വന്ന ജ്യൂസിൻ്റെ നിറം കൊണ്ട് അങ്ങനെയായി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അങ്ങനെ മഴയൊക്കെ നിന്നു. അവസാനം സൂര്യൻ പുറത്തു വന്നു. ബിലോ ദെം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്സ്. അവരുടെ താഴെ വളരെ ഇളം പച്ച നിറത്തിലുള്ള പാടങ്ങളുണ്ട്. എന്നാൽ തൊട്ടുമേലെയോ വളരെ ഇരുണ്ട പച്ച നിറത്തിലുള്ള കാടുകളുമുണ്ട്. ആൻഡ് ദ ഹിൽസ് വർ ബേത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. കൂടാതെ കുന്നുകളൊക്കെ ഈ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കുളിച്ചു മുങ്ങി നിൽക്കുകയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മൾ ഈ മണിയുടെയും മുത്തശ്ശിയുടെയും ഒപ്പം ഈ യാത്ര ഇങ്ങനെ പോകുമ്പോൾ നല്ല പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മണി റാൻ അഹെഡ്. മണി മുന്നിലേക്ക് ഓടി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി? ഹീ കോൾഡ്. മുത്തശ്ശിക്കെല്ലാം കുഴപ്പമില്ലാതെ കാണാൻ കഴിയുന്നില്ലേ എന്നൊന്നുകൂടി ആര് ചോദിച്ചു? മണി ചോദിച്ചു. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്.
എനിക്ക് ഈ വഴിയും കാണാം, നിന്റെ വെള്ള ഷർട്ടും കാണാം. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഇപ്പോഴത്തേക്ക് അത് തന്നെ ധാരാളം. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. അപ്പോൾ അവർ ചെറിയൊരു ഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊതി അവരെന്ത് ചെയ്തു? റോഡരികിലിരുന്ന് കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ. വിസ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമ്മിൽ ഇങ്ങനെ കുശുകുശുക്കുക. തമ്മിൽ കുശുകുശുക്കുന്ന ഒരു പൈൻ മരത്തിനടിയിലായാണ് അവരിരുന്ന് കഴിക്കുന്നത്. എങ്ങനെയാണ് അവർ കുശുകുശുക്കുന്നത്? ഈ കാറ്റ് വരുമ്പോൾ പൈൻ മരത്തിൻ്റെ ഇലകളെല്ലാം തമ്മിലിങ്ങനെ ഉരസും. അപ്പോൾ അവരിങ്ങനെ തമ്മിൽ പിറുപിറുക്കുന്നത് പോലെ തോന്നും. അതാണ് വിസ്പറിംഗ് പൈൻ. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്. അടുത്തുണ്ടായിരുന്ന ഒരു അരുവിയിൽ നിന്നും അവർ വെള്ളവും കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡിറക്ട്ലി എബവ് നെയിൻ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ ശരിക്കും എത്തേണ്ട നെയിലിന് തൊട്ടു മുകളിലെത്തിയിരുന്നു. വി ആർ ഓൾമോസ്റ്റ് ദെയർ സെഡ് മണി. നമ്മൾ എത്താറായി. ആര് പറഞ്ഞു? മണി പറഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. നമ്മുടെ അമ്മാവൻ്റെ വീടിനടുത്തുള്ള അമ്പലം എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഐ കാൻ സീ എ തിങ് സെഡ് ഗ്രാനി. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ഇവിടെ ആകെ മഞ്ഞു മൂടിയിരിക്കുകയാണ്. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. ഈ താഴ്വരയുടെ മുകളിലായിട്ടിങ്ങനെ കനത്ത മഞ്ഞു മൂടിക്കിടക്കുകയാണ്. വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്വര എന്നാണ് അർത്ഥം. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അപ്പോൾ അവർ പുഴയുടെ അടുത്തുള്ള ഒരു ചെറിയ മാർക്കറ്റ് ടൗണിലെത്തി. പക്ഷെ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? വളരെ ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. മുത്തശ്ശിയുടെ കൂടെയൊക്കെ നന്നായിട്ട് ചോർന്നൊലിക്കാൻ തുടങ്ങി. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽവ്സ് ഇൻ അങ്കിൾസ് ഹൗസ്. എന്നാൽ അവർ അമ്മാവൻ്റെ വീടിനടുത്തെത്തിയല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ നനവൊക്കെ മാറ്റാൻ കഴിയും. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. കൂടാതെ എന്തു കുടിക്കും? അവർ നല്ല ചൂടുള്ള നല്ല മധുരമുള്ള പാൽച്ചായ. മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം വളരെ രാവിലെ തന്നെ മണി എണീറ്റു. ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബേദ് ഇൻ ദ റിവർ. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇടുങ്ങിയ, നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങി എന്നാണ് അർത്ഥം, ആ ഒരു സ്ട്രീറ്റിലൂടെ താഴേക്ക് നടന്ന് അവിടെയുള്ളൊരു പുഴയിൽ കുളിച്ചു. ആസ് മണി ഡ്രസ്ഡ് ഹീ ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. മണി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ എന്ത് കേട്ടു? ബ്ലെയർ. ബ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരുക്കൻ ശബ്ദം. എന്തിൻ്റെ പരുക്കൻ ശബ്ദമാണ് കേട്ടത്? ഒരു ബസ് ഹോണിൻ്റെ. ദർ വാസ് ഓൺലി വൺ ബസ് ടു മസൂരി. മസൂരിയിലേക്ക് ആകെ ഒരു ബസ്സേ ഉള്ളൂ. ഹീ സ്കാമ്പേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരണ്ടോടുക. അയ്യോ, ഒരു ബസ്സേ ഉള്ളല്ലേ. ആകെ അവൻ വിരണ്ടോടി. ആര്? മണി. അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദെയ്ഡ് മിസ് ഇറ്റ്. അത് പോയോ, ആ ബസ് മിസ്സായി പോയോ എന്ന ഒരു ടെൻഷനിൽ അവൻ മേലേക്ക് വിരണ്ടോടി. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. എന്നാൽ മുത്തശ്ശി ബസ് സ്റ്റോപ്പിൽ നേരത്തെ എത്തിയിരുന്നു, മണിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. മുത്തശ്ശി ടിക്കറ്റ്സും എടുത്തിട്ടുണ്ടായിരുന്നു. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. നമ്മുടെ ബസ് എന്ന് പറയുന്നത് വളരെ പഴയ ബസ്സാണ്. റിക്കറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയില്ലാത്ത, നോട്ട് സ്ട്രോങ്. ശക്തിയില്ലാത്ത ഒന്നായിരുന്നു. ആൻഡ് റാറ്റിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന, പഴയ ബസ്സുകൾക്കൊക്കെ ഇങ്ങനെ ശബ്ദമുണ്ടല്ലേ, ഒച്ചത്തിലുള്ള ഒരു തരം ശബ്ദം. സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽവ്സ് സ്പീക്കിംഗ്. ഈ ബസ്സിന് തന്നെ ഭയങ്കര ശബ്ദമാണ്. അതുകൊണ്ട് ഈ ബസ്സിലിരിക്കുന്ന ആളുകൾക്ക് അവർ തമ്മിൽ സംസാരിച്ചാൽ പോലും കേൾക്കാൻ കഴിയില്ല. കാരണം ഈ ബസ്സിന് അങ്ങനത്തെ ഒരു ശബ്ദമാണ്. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ് ആൻഡ് വെനെവർ ഹി വെന്റ് റൗണ്ട് എ ബെൻഡ് എവ്രി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്. ഈ ഡ്രൈവർ അത്യാവശ്യം ഒരു വേഗത്തിലാണ് പോയിരുന്നത്. കൂടാതെ ഒരു വളവങ്ങാനും വന്നാൽ എന്ത് സംഭവിക്കും? ആളുകളെല്ലാം ഇങ്ങനെ വളഞ്ഞ് ബസ്സിന് പുറത്തായിരിക്കുമുണ്ടാവുക. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്പ്. ഈ ബസ്സിൻ്റെ ഉള്ളിൽ ആകെ ഭയങ്കര ശബ്ദവും ഒച്ചപ്പാടും ഒക്കെയാണ്. എങ്കിലും നമ്മുടെ മുത്തശ്ശി ഉറങ്ങിപ്പോയി. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. മണിയുടെ തോളിൽ തലചാരി വെച്ച് നമ്മുടെ മുത്തശ്ശി ഉറങ്ങിപ്പോയി. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിംഗ് ഹോൾട്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിൽക്കുക. ബസ് പെട്ടെന്ന് നിന്നു. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദർ സീറ്റ്സ്. നല്ല സ്പീഡിൽ പോകുന്ന ബസ് പെട്ടെന്ന് നിന്നാൽ എന്താ സംഭവിക്കുക? നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ടായും അല്ലേ? നമ്മൾ നമ്മുടെ സീറ്റിൽ നിന്ന് മുൻപിലേക്ക് ഇങ്ങനെ പോകും. വാട്ട് ഈസ് ഹാപ്പനിങ്? ഗ്രാനി ആസ്ഡ്. എന്താണ് സംഭവിക്കുന്നത്? മുത്തശ്ശി ചോദിച്ചു. ഹാവ് യു അറൈവ്ഡ്? നമ്മൾ എത്തിയോ? നമ്മൾ സ്ഥലത്തെത്തിയോ എന്ന് ചോദിച്ചു. ഇറ്റ്സ് നോട്ട് ലാൻഡ് സ്ലൈഡ് സെഡ് മണി. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. ഇല്ല, നമ്മൾ എത്തിയിട്ടില്ല. എന്തോ ഒന്ന് നമ്മുടെ റോഡ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സമ്മൺ. ആരോ ആശ്ചര്യത്തോടെ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇതൊരു ഉരുൾപൊട്ടലാണ്.
ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. ഇത് കേട്ടതും ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും പെട്ടെന്ന് തല പുറത്തിട്ട് നോക്കി, ഉരുൾപൊട്ടലെങ്ങാനുമാണോ എന്ന് നോക്കാനായിട്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ്സ്ലൈഡ്. ശരിയാണ്, അതൊരു വലിയ ഉരുൾപൊട്ടലായിരുന്നു. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൻ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. ഈ മണ്ണും മരവും കുറ്റിച്ചെടികളും എല്ലാം പിഴുതുവന്ന് ഇങ്ങനെ ഞെരുങ്ങി ഈ റോഡ് ആകെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. എന്നാൽ അത് തീർന്നിട്ടുമില്ല. ഡെബ്രീസ് വാസ് സ്റ്റിൽ ഫോളിംഗ്. ഡെബ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊട്ടിപ്പോയ കല്ലുകൾ, ചെറിയ പാറക്കഷ്ണങ്ങൾ ഒക്കെ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മണി സോ റോക്സ് ഹേർട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. മണി നോക്കുമ്പോൾ കുറേ പാറകൾ, റോക്സ് ഹേർട്ട്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ കൂട്ടിമുട്ടുക. ഈ പാറകളെല്ലാം തമ്മിൽ കൂട്ടിമുട്ടി ഈ കുന്നിൻ്റെ താഴേക്ക് വന്ന് പുഴയിലേക്ക് വീഴുന്നത് മണി കണ്ടു. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി. ഇവിടെ ബസ് നിർത്തിയിടാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത് എന്ന് ആര് നിരീക്ഷിച്ചു? നമ്മുടെ മുത്തശ്ശി. ഹു കുഡ്ന്റ് സീ എ തിങ്. ഒന്നും കാണാൻ പറ്റാത്ത മുത്തശ്ശിയാണ് കേട്ടോ ഈ നിരീക്ഷണമൊക്കെ നടത്തുന്നത്. ഈവൻ ആസ് ഷീ സ്പോക്ക്, എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. ഇത് പറഞ്ഞു തീർന്നതും ചെറിയ ചെറിയ കല്ലുകളും കുഞ്ഞു കുഞ്ഞു പാറക്കഷ്ണങ്ങളെല്ലാം കൂടി വന്നിട്ട് ബസ്സിന്റെ മുകൾ ഭാഗത്തായിട്ട് വന്ന് വീണു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം പേടിച്ച് ഒച്ചയുണ്ടാക്കി. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിംഗ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. വീണ്ടും ഒരുപാട് പാറകൾ താഴേക്ക് വന്ന് വീഴാൻ തുടങ്ങിയതോടെ ഡ്രൈവർ എന്തു ചെയ്തു? വണ്ടി പുറകോട്ടെടുത്തു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഞാൻ ഇങ്ങനത്തെ റോഡുകളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാറില്ല. The driver kept backing until they were well away from the landslide. ഈ ഒരു ഉരുൾപൊട്ടിന്റെ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദൂരെയാകുന്നത് വരെ ഇയാൾ പുറകിലോട്ട് പോയി. Then everyone tumbled out of the bus. Tumbled out എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് വരിക. ആളുകളെല്ലാം പെട്ടെന്ന് ബസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നു. സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ they could tell it would take days to clear the road. അവർക്ക് റോഡ് നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ. Most of the passengers decided to return to Nain with the bus. ഒത്തിരി ആളുകൾ തിരിച്ച് നെയ്നിലേക്ക് പോകാൻ തീരുമാനിച്ചു. But a few bold spirits agreed to walk to Mussoorie, taking a shortcut up the mountain which would bypass the landslide. എന്നാൽ കുറച്ച് ധൈര്യശാലികൾ, ബോൾഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം, കുറച്ച് ധൈര്യശാലികൾ എന്ത് തീരുമാനിച്ചു? മസൂരിയിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. ഒരു എളുപ്പവഴിയുണ്ട്. ഈ ഉരുൾപൊട്ടിയ ഭാഗമല്ലാതെ വേറൊരു വഴി ഇവർക്ക് മസൂരിയിലേക്ക് നടന്നെത്താൻ കഴിയും. കുറച്ച് ധൈര്യശാലികൾ മസൂരിയിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. മറ്റുള്ള ആളുകൾ ഈ ബസ്സിൽ കയറി തിരിച്ച് നെയ്നിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. മണി ലുക്ഡ് അറ്റ് ഗ്രാനി. മണി എന്ത് ചെയ്തു? മുത്തശ്ശിയെ നോക്കി. അല്ലെ, അവരുടെ തീരുമാനം എന്താണ് എന്ന രീതിയിൽ. ഷാൽ വി ഗോ ബാക്ക്? നമുക്ക് തിരിച്ചു പോയാലോ? ഇറ്റ്സ് ഓൺലി 10 miles, സെഡ് ഗ്രാനി. ഇനി വെറും 10 മൈലേ ഉള്ളൂ. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ 10 മൈൽ നടന്നതല്ലേ? സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത്. And by the time they got to the top of the mountain, Granny and Money were on their own. അവരെന്തു ചെയ്തു? അങ്ങനെ അവർ ആ ഇടുങ്ങിയ പാതയിൽ കൂടെ മുകളിലേക്ക് കയറി. അവർ ആ മലയുടെ ഏറ്റവും മുകളിലെത്തിയപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. മുത്തശ്ശി മണിയും മാത്രമേ മുകളിലുള്ളൂ. The village was hidden by the range to the north. അവർക്ക് മേലെ നിന്ന് നോക്കുമ്പോൾ അവരുടെ ഗ്രാമം കാണാൻ കഴിയുന്നില്ല. ഒത്തിരി മലകളുടെ നിരകളാണുള്ളത്. അതുകൊണ്ട് അവരുടെ ഗ്രാമം മറയ്ക്കപ്പെട്ടിട്ടാണുള്ളത്. അവർക്ക് അവരുടെ ഗ്രാമം കാണാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. അങ്ങ് ദൂരെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് പുഴ ഇങ്ങനെ വളരെ വേഗത്തിൽ ഒഴുകുന്നത്. ഫാർ അബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. കൂടാതെ വളരെ ഉയരത്തിൽ ഒരു സ്വർണ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നുമുണ്ട്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ്? ആസ്ക്ഡ് മണി. മണി മുത്തശ്ശിയോട് ചോദിച്ചു, അമ്മാവന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നായിരുന്നോ? നാച്ചുറലി, സെഡ് ഗ്രാനി. സ്വാഭാവികം എന്ന് മുത്തശ്ശി പറഞ്ഞു. ഐ ന്യൂ യുഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയായിരുന്നു കുറച്ചു കഴിയുമ്പോൾ നിനക്ക് എന്തായാലും വിശക്കുമെന്ന്. There are pakoras and buns and peaches from Uncle's garden. ഇതാ, ഞാൻ നിനക്കായിട്ട് പക്കോറാസും ബണ്ണുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ അങ്കിളിന്റെ തോട്ടത്തിൽ നിന്നും കുറച്ച് പീച്ച് പഴങ്ങളും പറിച്ചിട്ടുണ്ട്. ഗുഡ്, സെഡ് മണി, forgetting his tiredness. അപ്പോഴൊക്കെ ഇതെല്ലാം കണ്ടപ്പോൾ മണി തന്റെ ക്ഷീണമൊക്കെ മറന്നു. കൊള്ളാമെന്ന് പറഞ്ഞു. We'll eat as we go along. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിത് കഴിച്ചുകൊണ്ടു പോകാം. We'll stop when you're tired, Granny. മുത്തശ്ശിക്ക് മടുക്കുമ്പോൾ നമുക്ക് നിൽക്കാം. I can walk forever. എനിക്ക് എന്നേക്കും നടക്കാം. ഒരു ക്ഷീണവുമില്ലാതെ എത്ര വേണമെങ്കിലും നടക്കാം. സെഡ് ഗ്രാനി, laughing. ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. But not if it's raining. പക്ഷെ മഴയാണെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല. This umbrella leaks badly. കാരണം ഈ കുട നന്നായിട്ട് ചേരുന്നുണ്ട്. Down again they went.
അങ്ങനെ അവർ ആ മല ഇറങ്ങി ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൻ. പിന്നീട് അടുത്ത മല അവർ കയറി ആൻഡ് ഓവർ ബെയർ വിൻഡ് സ്വെപ്റ്റ് ഹിൽ സൈഡ്സ്. അവരെന്നിട്ട് കുന്നുകളിൽ കൂടെ നടന്നുപോയി. ആ കുന്നുകളുടെ പ്രത്യേകത എന്താണ്? ബെയർ ആണല്ലേ, അവിടെ ഒന്നുമില്ല, മരങ്ങളൊന്നുമില്ല. വിൻഡ് സ്വെപ്റ്റ്, വളരെ ശക്തമായ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ആ കുന്നുകളിൽ. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോളാർ ഫോറസ്റ്റ്. പിന്നെ അവരൊരു ഗ്ലൂമി എന്ന് പറഞ്ഞാൽ ഇരുണ്ട, ഡിയോഡാർ എന്ന് പറഞ്ഞാൽ ദേവദാരു, കാട്ടിൽ കൂടെയാണ് പോകുന്നത്. ഈ കാട് നല്ല തിങ്ങി നിറഞ്ഞിട്ടാണുള്ളത്, വെളിച്ചമൊന്നും കടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഗ്ലൂമി ആയ എന്ന് പറയാം. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂരി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. അങ്ങനെ ഇരുട്ടാകാൻ ആരംഭിച്ചു. എന്നാൽ അപ്പോൾ തന്നെ അവർ എന്ത് കണ്ടു? അങ്ങ് ദൂരെ മസൂരിയുടെ വെളിച്ചം ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടു. അതിനർത്ഥമെന്താണ്? അവർ മസൂരിക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. മസൂരിയുടെ അടുത്തേക്ക് അടുക്കും തോറും ആ വെളിച്ചം കുറച്ചുകൂടി കൂടിക്കൂടി വരാൻ തുടങ്ങി. അൺടിൽ പ്രസന്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അങ്ങനെ അവർ നിറയെ വെളിച്ചം നിറഞ്ഞ ഒരു ചന്തയിൽ തിരക്കുള്ള ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. ജോസിൽഡ് ഇൻ ദ ക്രൗഡ്, ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ. ജോസിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉന്തും തള്ളുമുള്ള സ്ഥലം, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് മുത്തശ്ശി എന്തു ചെയ്തു? മണിയുടെ ഷോൾഡറിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചു നിർന്നായിരുന്നു. സോ ദാറ്റ് ഷി ഡിഡ് നോട്ട് ലൂസ് ഹിം. മണിയെ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി തോളിൽ മുറുക്കി പിടിച്ചു. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അവർ അവിടെയെല്ലാം വളരെ വിലക്കുറവിൽ ചെറിയ പൈസയ്ക്ക് ഒരു ഹോട്ടൽ അന്വേഷിച്ചു. ബട്ട് ദേർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. എന്നാൽ അവിടെയൊന്നും ഇവർക്ക് ഹോട്ടലൊന്നും കിട്ടിയില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അതുകൊണ്ട് അവരെന്തു ചെയ്തു? അമ്പലത്തിനടുത്തുള്ള ഒരു ധർമ്മശാലയിൽ അന്നവിടെ കിടന്നു. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദി ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അടുത്ത ദിവസം രാവിലെ കണ്ണാശുപത്രിയുടെ മുന്നിൽ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. അവരും അവിടെ പോയി നിന്നു. അവിടെ ശ്രദ്ധിക്കണം, പേഷ്യൻസ് എന്ന് കാണാം. പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടർത്ഥമുണ്ട്. ഒന്ന് രോഗി, മറ്റൊന്ന് ക്ഷമ. അപ്പോൾ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ള രോഗികളുടെ ക്യൂവിൽ ഇവരും പോയി നിന്നു. ദി ഐ സ്പെഷ്യലിസ്റ്റ്, എ പോട്ട്ലി മാൻ ഇൻ എ സൂട്ട്. ഈ നേത്രരോഗ വിദഗ്ധൻ, പോട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തടിച്ച ഒരു മനുഷ്യനായിരുന്നു. അയാൾ സൂട്ടൊക്കെ ധരിച്ചിട്ടാണുള്ളത്. ഇൻ എ സൂട്ട് ആൻഡ് ടൈ ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. വളരെ തിടുക്കത്തിൽ, ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ തിടുക്കത്തിലാണ് ഓരോ രോഗിയെയും നോക്കിവിടുന്നത്. എന്നാൽ ഒരു കരുണയോടെയാണ് നോക്കുന്നത്. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. 1 മണിക്കൂർ അവർ കാത്തിരുന്നു. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിയുടെ അവസരം വന്നു. ദ ഡോക്ടർ ടുക്ക് എ ഹോറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ്. ഡോക്ടർ ഭീകരമായൊരു നോട്ടം നോക്കി. എങ്ങോട്ട്? ഈ മുത്തശ്ശിയുടെ കണ്ണടയിലേക്ക്. ആൻഡ് ഡ്രോപ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് അടുത്തുള്ള ചവിട്ടുകുട്ടയിലേക്ക് എറിഞ്ഞു. ദെൻ ഹി ഫിഷ് ദം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തുക. ആൻഡ് പ്ലേസ് ദം ഓൺ ഹിസ് ഡെസ്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ആ ചവിട്ടുകുട്ടയിലേക്ക് പോയി അത് കണ്ടുപിടിച്ച് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ആൻഡ് സെഡ്, ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ആദ്യത്തെ ചിന്തയിൽ അയാൾ എന്താ ചെയ്തത്? ചവിട്ടുകുട്ടയിലെറിഞ്ഞു. പക്ഷെ പിന്നെ എന്ത് ചെയ്തു? രണ്ടാമതൊന്നും കൂടി ചിന്തിച്ചു. ഇത് ചവിട്ടുകുട്ടയിൽ കളയണ്ട, ഇതെവിടെ വെക്കാം? ഇത് മ്യൂസിയത്തിൽ വെക്കാം. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് അഗോ. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണട മാറ്റണമായിരുന്നു. ദെയ്വ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. നിങ്ങൾ വിചാരിക്കും കണ്ണട വെച്ചാൽ നല്ലതല്ലേ എന്ന്. നന്മയേക്കാൾ ദോഷമാണ് ഈ കണ്ണട ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്, യുവർ ഐസ് ആർ വെരി വീക്ക്. നിങ്ങളുടെ കണ്ണുകൾക്ക് ബലം കുറവാണ്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. എന്നാൽ അന്ധയാകാനൊന്നും പോകുന്നില്ല. വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. കുറച്ചുകൂടി നല്ല ശക്തിയുള്ള കണ്ണട വെക്കാം. ദെൻ ഹി പ്ലേസ്ഡ് ഹർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. എന്നിട്ട് മുത്തശ്ശിയെ ഒരു ബോർഡിന്റെ മുന്നിൽ നിർത്തി. നിറയെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുള്ള ഒരു ബോർഡിന്റെ മുന്നിൽ. ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദിയുമുണ്ട്. ലാർജ് ആൻഡ് സ്മോൾ, വലുതും ചെറുതുമായ അക്ഷരങ്ങൾ. ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. ഇത് വായിക്കാൻ കഴിയുമോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഐ കാൺറ്റ് സീ ദ ബോർഡ്, സെഡ് ഗ്രാനി. എനിക്കതിന് ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല. വെൽ, ക്യാൻ യു സീ മീ? ആസ്ക് ദ ഡോക്ടർ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഡോക്ടർ ചോദിച്ചു. സം ഓഫ് യു, സെഡ് ഗ്രാനി. കുറച്ചൊക്കെ കാണാം, മുത്തശ്ശി പറഞ്ഞു. ആൻഡ് ദെൻ ആഡഡ്, ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. മുത്തശ്ശി ഇവിടെ എന്താ പറഞ്ഞത്? ഇനി അത്യാവശ്യം ഇപ്പോൾ നിങ്ങളെ കാണാം, കാരണം നമ്മുടെ ഡോക്ടർ കുറച്ച് തടിയുള്ള ആളാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഗ്രാനി അവിടെ കോമഡി പറയാണ്. താങ്ക് യു, സെഡ് ദ ഡോക്ടർ. ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. തിരിഞ്ഞിട്ട് നിങ്ങളുടെ കൊച്ചുമകനെ കാണാൻ കഴിയുമോ എന്നൊന്ന് നോക്കിക്കേ. മണിയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്.
മുത്തശ്ശി വേഗം തിരിഞ്ഞു. എന്നിട്ട് ഈ അടുത്ത കുറച്ചു വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് മണിയനെ നന്നായിട്ടൊന്ന് കണ്ടു. മണി, ഷീ എക്സ്ക്ലെയിംഡ്, ക്ലാപ്പിംഗ് ഹർ ഹാൻഡ്സ് വിത്ത് ജോയ്. വളരെ സന്തോഷത്തിൽ കൈയടിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, മണി, ഹൗ നൈസ് യു ലുക്ക്. എന്തു ഭംഗിയാണ് നിന്നെ കാണാൻ. വാട്ട് എ ഫൈൻ ബോയ് ഐവ് ബ്രോട്ട് അപ്പ്. എന്തൊരു നല്ല മിടുക്കനായ കുട്ടിയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷെ നീ നിന്റെ മുടി മുറിക്കണം. ആൻഡ് എ വാഷ്. ഒന്ന് കുളിക്കുകയും വേണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്. കൂടാതെ നിന്റെ ഷർട്ടിൽ കുറച്ച് ബട്ടൺസ് ഒക്കെ പോയിട്ടുണ്ട്, അപ്പോൾ ബട്ടൺസും പിടിപ്പിക്കണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. കൂടാതെ നിനക്കൊരു പുതിയൊരു ജോഡി ഷൂസും വാങ്ങണം. കം അലോങ് ടു ദ ബസാർ. വാ, നമുക്ക് ചന്തയിൽ പോകാം. ഫസ്റ്റ് ഹാവ് യു ന്യൂ ഗ്ലാസസ് മെയ്ഡ്, സെഡ് മണി, ലാഫിംഗ്. ചിരിച്ചുകൊണ്ട് മണി പറഞ്ഞു. ദെൻ വീൽ ഗോ ഷോപ്പിംഗ്. അതിനുശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശിക്കിപ്പോൾ കണ്ണടയേക്കാളും പ്രധാനം വേറെ പല കാര്യങ്ങളാണല്ലേ. എ ഡേ ലേറ്റർ, ഒരു ദിവസം കഴിഞ്ഞ്, ദേ വർ ഇൻ എ ബസ് അഗൈൻ. അങ്ങനെ അവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കണ്ണടയൊക്കെ വാങ്ങി അവസാനം അവർ വീണ്ടും ബസ്സിൽ കയറി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്. മുത്തശ്ശി വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹർ. മണി മുത്തശ്ശിയുടെ അടുത്തായിട്ടിരുന്നു. ഹി ഹാഡ് ന്യൂ ഷൂസ്. മണിക്ക് പുതിയ ഷൂസ് ഒക്കെ കിട്ടി. ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല. മുത്തശ്ശി പുതിയൊരു കുട വാങ്ങി. ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുളോവർ ഫോർ മണീസ് ഫാദർ. നല്ല കട്ടിയുള്ള കമ്പിളി പുതപ്പും വാങ്ങിച്ചു. ആർക്കു വേണ്ടി? മണിയുടെ അച്ഛന്. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗ ബെൽ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലേ, വിത്തുകളും ബൾബുകളും പശുവിനുള്ള മണിയും എല്ലാം വാങ്ങിച്ചു. ആസ് ദ ബസ് മൂവ്ഡ് ഓഫ്, ഗ്രാനി ലുക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. ബസ് എടുത്തപ്പോഴേക്കും മുത്തശ്ശി വളരെ ആകാംക്ഷയോടെ വിൻഡോയ്ക്ക് പുറത്തേക്ക് നോക്കി. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡിൻറ്റ് സീൻ ഫോർ എ ലോങ് ടൈം. കുറച്ചു നാളുകളായിട്ട് മുത്തശ്ശിക്ക് നന്നായി കാണാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മുത്തശ്ശിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡിസ്റ്റന്റ് വില്ലേജസ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യർ, മിൽക്ക്മാൻ ഓൺ ദ റോഡ്, റോഡിൽ നിൽക്കുന്ന പാൽക്കാരൻ, 2 ഡോഗ്സ് റഷിംഗ് അലോങ് ബിസൈഡ് ദ ബസ്, ബസ്സിനടുത്തുകൂടി ഇങ്ങനെ സ്പീഡിൽ ഓടി നടക്കുന്ന 2 പട്ടികൾ, മങ്കീസ് ഇൻ ദ ട്രീസ്, മരത്തിലുള്ള കുരങ്ങന്മാരെ, ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, എ റെയിൻബോ ഇൻ ദ സ്കൈ. എന്നാൽ ഇതിനേക്കാളൊക്കെ മനോഹരമായി ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മഴവില്ലും മുത്തശ്ശിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഷീ കുഡിൻ സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദി ഇംപ്രൂവ്മെന്റ്. അതെ, വളരെ നന്നായിട്ട് മുത്തശ്ശിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, എങ്കിലും മാറ്റം വന്നിട്ടുണ്ടല്ലേ. ആ മാറ്റത്തിൽ നമ്മുടെ മുത്തശ്ശി സന്തോഷവതിയാണ്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മണി ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൂടാതെ ചാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പല പല കാര്യത്തെക്കുറിച്ച് ഒരു ബന്ധവുമില്ലാതെ സംസാരിക്കുകയാണല്ലേ നമ്മുടെ മുത്തശ്ശി. കലബില എന്ന് പറയുന്ന കാര്യങ്ങളിങ്ങനെ വളരെ കൗതുകത്തോടെ മണി കേട്ടു നിൽക്കുകയാണ്. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. എന്നിട്ടെന്ത് ചെയ്തു? പയ്യെ തലയാട്ടാൻ തുടങ്ങി. പറയുന്നതിനൊക്കെ ഇങ്ങനെ തലയാട്ടിയാട്ടി. ഇറ്റ് ഡ്രോപ്ഡ് എഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ. പതിയെ മണിയുടെ തല ഗ്രാനിയുടെ തോളിൽ പതിച്ചു. ആൻഡ് റിമെയിൻഡ് ദെയർ. എന്നിട്ട് ആ തല അവിടെ തന്നെ ഇരുന്നു. കംഫർട്ടബ്ലി സപ്പോർട്ടഡ്. അവിടെ തന്നെ ഇങ്ങനെ ചാരി, വളരെ സുഖമായി ചാരിവെച്ചു. ദ ബസ് സ്വേർവ്ഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വൈൻഡിംഗ് മൗണ്ടൻ റോഡ്. ഈ മലയെക്കൂടെയുള്ള വഴികളാണല്ലേ, അപ്പോൾ ഒത്തിരി വളവും തിരിവും ഒക്കെയുണ്ട്. അപ്പോൾ ബസ് എങ്ങനെയാണ് പോകുന്നത്? പെട്ടെന്ന് വെട്ടിച്ചു വളരെ വയലൻ്റായിട്ടാണ് പോകുന്നത്. സ്വേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിച്ചു പോവുക. ജോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് വയലൻ്റായിട്ട് പോവുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബസ് പോകുന്നത്. എങ്കിലും ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. പക്ഷെ മണി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഉറങ്ങി. വളരെ മനോഹരമായൊരു സ്റ്റോറിയാണല്ലേ. വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ സങ്കടം നിറഞ്ഞ നിമിഷങ്ങളോ ഒന്നും തന്നെയില്ല. ഇതിലെ എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങളും എല്ലാ സെന്റൻസും ഈ കഥയും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.